ഹരിയാന എന്താണ് ചെയ്തത്? അവിടെ കോൺഗ്രസ് ഗവൺമെന്റ് ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് അവിടെ സ്പോർട്സിന് വലിയ പ്രാധാന്യം കൊടുത്തു. അവിടെ ഗ്രാമാന്തരങ്ങളിൽ അവിടെ ഗുസ്തി ഉൾപ്പെടെയുള്ള കായിക ഇനങ്ങൾക്ക് വലിയ പ്രചാരം കൊടുത്തു. ഇപ്പോൾ നമ്മൾ എന്താ കാണുന്നത്? ഒരു കാലഘട്ടത്തിൽ ദേശീയ ഗെയിംസിൽ അല്ലെങ്കിൽ എല്ലാ കായിക മേളകളിലും പഞ്ചാബ് വലിയ തരത്തിൽ സ്വർണ്ണ മെഡലുകൾ കരസ്ഥമാക്കി ഒന്നാം സ്ഥാനത്ത് വന്നിരുന്ന പഞ്ചാബിനെ നമുക്ക് ഇപ്പൊ എവിടെയും കാണാൻ കഴിയില്ല. ഇപ്പൊ ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളാണ്, ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങൾ കൂടുതൽ മെഡലുകൾ നേടി മുന്നോട്ട് വരുന്നു. കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കായിക രംഗത്ത് എന്ത് മാറ്റങ്ങളാണ് നമ്മൾ കൊണ്ടുവരുന്നത്? സ്പോർട്സിനെ ഒരു ബദലായിട്ട് കൊണ്ടുവരാൻ സ്കൂളുകളിൽ സ്വിമ്മിംഗ് പൂൾ പണിയെന്ന് പറഞ്ഞു, പണിതോ? ഇവിടെ എല്ലാ പഞ്ചായത്തിലും ഗ്രൗണ്ട് പണിയെന്ന് പറഞ്ഞു, പണിതോ? നമ്മൾ കായിക രംഗത്ത് കായിക താരങ്ങളെ നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? ഇവിടെ ദേശീയ ഗെയിംസിൽ സ്വർണം കിട്ടിയ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു, അവർക്ക് കൊടുത്തോ? അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും കൊടുക്കുന്നില്ല. ഞാൻ പറയുന്ന ഡ്രഗ്സിനെതിരായിട്ട് ഇത് ഉപയോഗിക്കരുത് എന്ന് എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പറഞ്ഞതുകൊണ്ട് മാത്രം ആളുകൾ ഉപയോഗിക്കാതിരിക്കത്തൊന്നുമില്ല. അതിന് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവണം. അതിനുള്ള ഏറ്റവും വലിയ ബദൽ എന്ന് പറയുന്ന സ്പോർട്സ് ആണ്. നമുക്ക് ആ രീതിയിൽ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടതായിട്ടുണ്ട്. ആ രീതിയിൽ വലിയ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. പരമ്പരാഗതമായിട്ട് ഏതെങ്കിലും ഒരു ടൂർണമെന്റ് നടത്തിയതുകൊണ്ടോ അല്ലെങ്കിൽ പരിപാടികൾ നടത്തിയതുകൊണ്ടോ അല്ല, നമുക്ക് ഇതിനെ ഒരു ബദലായിട്ട് വളർത്തിക്കൊണ്ടുവരാനായിട്ട്, ഒരു കായിക സംസ്കാരം, ഒരു ഫിറ്റ്നസ് കൾച്ചർ കേരളത്തിൽ വളർത്തിക്കൊണ്ടുവരാനായിട്ട് സർക്കാർ ബോധപൂർവമായിട്ട് ഇടപെടൽ നടത്തേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ കൂടെ നിൽക്കാന്നേ. ഇതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏത് പ്രവർത്തനങ്ങളിലും പ്രതിപക്ഷം കൂടെ നിൽക്കാൻ തയ്യാറാണ്. നമ്മൾക്ക് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യണം. പക്ഷെ നിർഭാഗ്യവശാൽ സർക്കാർ പരമ്പരാഗതമായിട്ടുള്ള ഒരു പ്രവർത്തന ശൈലിയിൽ തന്നെ ഈ പുതിയ സാഹചര്യത്തിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ്.